പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഇന്ന് ദേശീയ സഹോദര ദിനം. സഹോദര സ്നേഹത്തിൻ്റെ ഒരു കഥ കേൾക്കൂ. സഹോദര സ്നേഹം. മോനെ, ഇത് കഴിച്ചോ? ചിങ്കൻ കരടി അനുജനായ ഡിങ്കുവിന് പഴങ്ങൾ നൽകിക്കൊണ്ട് പറഞ്ഞു. ചേട്ടൻ കഴിച്ചോ? പിന്നെ ഞാൻ വയറ് നിറയെ കഴിച്ചു. വയറ് പൊട്ടാറായി. ഈ പഴങ്ങൾ ഉണങ്ങിത്തുടങ്ങി. നല്ല പഴങ്ങളെല്ലാം ചേട്ടൻ കഴിച്ചുല്ലേ? ഡിങ്കു പരിഭവിച്ചു. നല്ല പഴങ്ങളെല്ലാം ചേട്ടായി തിന്നിട്ടെന്തേ? ചീത്ത പഴങ്ങൾ നോക്കി കൊണ്ടിങ്ങു വയുന്നതയ്യോ. ഓനെ വേറെ കിട്ടിയില്ല. ജ്യേഷ്ഠന് തൊണ്ടയിടറി. ആരോരുമില്ലാത്ത സഹോദരങ്ങളാണ് ചിങ്കനും ഡിങ്കുവും. കാട്ടിൽ വരൾച്ചയും ക്ഷാമവും വന്നപ്പോൾ അകലക്കാട്ടിൽ പോയി ചിങ്കൻ പഴങ്ങൾ തേടിക്കൊണ്ടുവരും. അനുജന് കൊടുക്കും. പഴങ്ങൾ തിന്നു കഴിയുമ്പോൾ അനുജൻ എന്തെങ്കിലുമൊക്കെ കുറ്റം പറയും. തീരെ ഉണങ്ങിപ്പോയല്ലോ ചേട്ടാ, തീരെ ഉണങ്ങിപ്പോയി ഇപ്പഴമെല്ലാം ചേട്ടാ, തേനിൻ രുചി അറിഞ്ഞിട്ടെത്രയോ നാളായല്ലോ. ഡിങ്കു പരിഭവിക്കും. രുചിയില്ലാത്ത പഴങ്ങൾ കഴിച്ചു മടുത്തു. ഒരു തുള്ളി തേനെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. പിറ്റേ ദിവസവും ചേട്ടൻ തീറ്റ തേടി പുറത്തിറങ്ങി. ഡിങ്കു ചേട്ടൻ അറിയാതെ പുറകെ ചെന്നു. വളരെ ദൂരം ചെന്നപ്പോൾ ഉണങ്ങിത്തുടങ്ങിയ ഒരു മരത്തിൽ ഏതാനും പഴങ്ങൾ. ചിങ്കൻ സൂക്ഷിച്ച് അതെല്ലാം പറിച്ചെടുത്തു. ഇത് കണ്ട് മരക്കമ്പിലിരുന്ന മുത്തശ്ശിക്കാക്ക ചോദിച്ചു, നീ കാടായ കാടെല്ലാം ചുറ്റി നടന്ന് അകലക്കാട്ടിൽ വരെ പോയി പഴങ്ങൾ പറിച്ചെടുക്കുന്നതല്ലാതെ ഒരെണ്ണം പോലും തിന്നുന്നില്ലല്ലോ. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. രുചി അറിയാൻ പോലും ശ്രമിക്കാതെ ഇങ്ങനെ പട്ടിണി കിടന്നാലോ? ഗുഹയിൽ കുഞ്ഞനുജൻ തനിച്ചിരിപ്പല്ലേ, അവന് കൊടുക്കാതെ എനിക്ക് ഇറങ്ങില്ല. കൂടുതൽ കിട്ടുമ്പോൾ അവന് കൊടുത്ത് ബാക്കി കഴിക്കാമെന്ന് കരുതും. പക്ഷേ അവന് പോലും തികയുന്നില്ല. മാത്രമല്ല, മിക്കവാറും കിട്ടുന്നത് ഉണങ്ങിയതും കരിഞ്ഞതും പുളിച്ചതുമായ പഴങ്ങളാണ്. പാവം കുട്ടി, അവന് വല്ലാത്ത വിഷമമുണ്ട്. അവന് അതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. എത്ര നാളായി നീ പട്ടിണിയാണ്? മുത്തശ്ശിക്കാക്ക വീണ്ടും പറഞ്ഞു. ഇത് വല്ലതും അവനറിയുന്നുണ്ടോ? അറിയുന്നില്ലെന്ന് മാത്രമല്ല, അവൻ അറിയാനും പാടില്ല. അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ചേട്ടായി എന്ന് ഉറക്കെയുള്ള ഒരു നിലവിളിയാണ് അവന് മറുപടിയായി ലഭിച്ചത്. ചേട്ടായി പട്ടിണി കിടന്ന് കൊണ്ടുവന്ന് തരുന്ന പഴങ്ങൾക്ക് രുചിയില്ലെന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും കലഹിക്കും. ഈ സ്നേഹം തിരിച്ചറിയാത്ത ദുഷ്ടനാണ് ഞാൻ. എന്നോട് പൊറുക്കണേ ചേട്ടാ. എൻ്റെ മോനെ, നീ എന്തിനാ കരയണേ? നിനക്ക് വേണ്ടിയല്ലേ ഈ ഏട്ടൻ ജീവിക്കുന്നത്. സാരമില്ല, ദാ ഈ പഴങ്ങൾ തിന്നോ, നമുക്ക് ഒരുമിച്ച് തിന്നാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് 1-2 പഴങ്ങൾ അവൻ ചേട്ടൻ്റെ വായിൽ വച്ചു കൊടുത്തു. നിറകണ്ണുകളോടെ ചേട്ടൻ കരടി ആ പഴങ്ങൾ തിന്നു.